നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മുത്രത്തിക്കര മേക്കാടൻ വീട്ടിൽ 67 വയസ്സുള്ള ശിവനാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി CPM പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നു നൽകി. ചെമ്പുച്ചിറ GHS സ്റ്റാർ സുവർണക്കൂടാരവും കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ദേശീയപാത മരത്താക്കരയിൽ 4 ലോറികൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛനെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മുത്രത്തിക്കര മേക്കാടൻ വീട്ടിൽ 67 വയസ്സുള്ള ശിവനാണ് പരിക്കേറ്റത്. മകൻ 34 വയസ്സുള്ള വിഷ്ണുവാണ് ആക്രമിച്ചത്. പിന്നീട് വീടിന് മുകളിൽ കയറിയ വിഷ്ണു ആത്മഹത്യാ ഭീഷണി മുഴക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വിഷ്ണുവിനെ കീഴ്പ്പെടുത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. കുടുംബം വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത്. ശിവനെയും ഭാര്യ ലതികയെയും മകൻ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. തുടർന്ന് പെൺമക്കളുടെ വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 40 ദിവസമായി വിഷ്ണു മുത്രത്തിക്കരയിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ആയോധന കലകൾ അറിയാവുന്ന വിഷ്ണു വീടിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. ഇയാൾക്ക് ദുർമന്ത്രവാദവും ഉണ്ടെന്ന് ആക്ഷേപമുണ്ട്. ലൈഫിൽ ശിവന് വീട് ലഭ്യമാകുന്നതിന് സമർപ്പിക്കാനുള്ള രേഖകൾ എടുക്കാൻ ബന്ധുവിനോടൊപ്പം വന്നപ്പോഴായിരുന്നു ദമ്പതികൾക്ക് നേരെ മകന്റെ ആക്രമണം ഉണ്ടായത്. ശിവൻ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ കാണാതായപ്പോൾ മകനോട് അന്വേഷിച്ചപ്പോൾ കിണറ്റിൽ എറിഞ്ഞുവെന്നായിരുന്നു മറുപടി. ഇതേ തുടർന്ന് അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ സമയത്താണ് മകൻ അച്ഛനെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വടിവാൾ ഉപയോഗിച്ച് കഴുത്തിലും തലയ്ക്കും വെട്ടി പരിക്കേൽപ്പിച്ചത്. അമ്മയെയും ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ബന്ധു ഉടനെ ശിവനെ ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ആയിരുന്നു. സംഭവശേഷം വീട് പൂട്ടി വീട്ടിലെ മച്ചിൽ കയറി ഇരിക്കുകയായിരുന്ന വിഷ്ണുവിനെ താഴെ ഇറക്കാൻ മണിക്കൂറുകൾ നീണ്ട അനുനയ ശ്രമമാണ് പുതുക്കാട് പോലീസ് നടത്തിയത്. വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് വീടിനകത്ത് പ്രവേശിച്ചത്. വീടിന് മുകളിൽ കയറിയ വിഷ്ണു ആത്മഹത്യാ ഭീഷണി മുഴക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വിഷ്ണുവിനെ കീഴ്പ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ശിവൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇങ്ങനെ മുത്രത്തിക്കര ശിവന്റെ അമ്പലത്തിന്റെ പുറകിൽ ഒരു വെട്ട് നടന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നടന്ന് വണ്ടി വിളിച്ച് നേരെ ഇവിടെ എത്തി. വന്നപ്പോൾ ഇവിടെ പോലീസുകാരെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആംബുലൻസ് കൊടുത്ത് കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആളെ കാണാൻ പറ്റിയിട്ടില്ല. ഇവരിവിടെ 5 വർഷത്തിലധികമായിട്ട് വാടകയ്ക്ക് താമസിച്ച് വരുന്നവരാണ്. മേക്കാടൻ ശിവൻ, ഭാര്യ ലതിക, മകൻ വിഷ്ണു. വിഷ്ണു അധിക നാൾ ഇവിടെ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇല്ലാത്ത ആളാണ്. ഇവർക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാൻ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീട് കൊടുത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് വളപ്പിലാണ്. ഇവരിൽ നിന്ന് മറ്റുള്ള ഇതുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ചില പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവനും വലിയ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തട്ടിൻ്റെ മേലെ നടത്തുന്നുണ്ടെന്നാണ് അറിവ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ദേശീയപാതയിൽ അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി CPM പ്രവർത്തകർ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നു നൽകി.
ദിവസങ്ങളായി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അടിപ്പാതയുടെ മേൽപ്പാതയ്ക്കായി ദേശീയപാതയുടെ ഓരത്ത് അടിത്തറ കോരുന്ന പണികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞതും സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം വീതി കുറഞ്ഞതുമാണ് കുരുക്കിന് കാരണമായത്. കുരുക്കു കുറയ്ക്കാൻ സർവീസ് റോഡ് അടച്ചുകൊണ്ടുള്ള ഗതാഗത പരിഷ്കരണം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടപ്പാക്കിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. വെള്ളിയാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് വൈകിട്ടും തുടരുകയായിരുന്നു. ഇതിനിടെ വെള്ളിയാഴ്ച KSRTC സ്റ്റാൻഡിനു മുന്നിലെ ഡിവൈഡർ ഭാഗികമായി തുറന്നത് അപകട സാധ്യതയായി. നിരന്തരം അപകടങ്ങളെ തുടർന്നാണ് ഇവിടെ ഡിവൈഡർ അടച്ചുകെട്ടിയത്. നടപടികൾ അശാസ്ത്രീയമായെന്നാരോപിച്ചാണ് CPM പ്രവർത്തകർ രംഗത്തെത്തിയത്. പ്രതിഷേധ സമരം CPM ഏരിയ കമ്മിറ്റി അംഗം EK അനോബ് ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ PC സുബ്രൻ, സരിത രാജേഷ്, PV മണി എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ ഇവിടെ ഈ സർവീസ് റോഡ് കെട്ടിയടക്കേണ്ടുന്ന യാതൊരു വിധത്തിലുമുള്ള ആവശ്യവും ഇവിടെയില്ല. കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രൂരമായിട്ടുള്ള ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ കൊട്ടിയടച്ചിട്ടുള്ള ഈ കോൺക്രീറ്റ് തൂണുകൾ CPIM-ന്റെ ഉശിരന്മാരായ പ്രവർത്തകർ എടുത്തു മാറ്റിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട് താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. അതിൽ ഇളവ് കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി NHAയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ശക്തികളും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചറിയാം, കൃത്യമായിട്ട് പുതുക്കാടിനെ സംബന്ധിച്ച് ഈ റോഡ് പണി ആരംഭിച്ച സമയത്ത് തന്നെ നമ്മുടെ KSRTC ജംഗ്ഷനിലുള്ള യൂട്ടേൺ അടച്ചു കിട്ടുകയും നമുക്ക് താൽക്കാലികമായി സർവീസ് റോഡിൽ ഒരു ബസ് ഷെൽട്ടർ പണിയുകയും. ഇപ്പോഴിതാ ഈ ബൈ റോഡ് ഇവിടെ ആമ്പലൂർ പണികളെത്തുന്നത് മൂലം നിരവധിയായ വാഹനങ്ങളാണ് ഇതുവഴിയിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായും ഈ ഗതാഗത സൗകര്യം പൂർണ്ണമായി അടച്ചുകൊണ്ട് ജനജീവിതത്തെ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ. ചെമ്പുച്ചിറ GSS സ്റ്റാർ സുവർണ്ണ കൂടാരം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മുഖ്യ അതിഥിയായി. ശില്പി പവിത്രൻ ചാലക്കുടിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രിൻസിപ്പൽ K സതീഷ്, BRC കോർഡിനേറ്റർ KK സൗമ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, പഞ്ചായത്ത് അംഗം സീബ ശ്രീധരൻ, ശാന്തി ബാബു, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, SMC ചെയർമാൻ സന്തോഷ് കുന്നുമേൽ, OSA പ്രസിഡന്റ് NS വിദ്യാധരൻ, വികസന സമിതി ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, സീനിയർ അധ്യാപിക KG ഗീത, പ്രീ പ്രൈമറി അധ്യാപിക KM രമാദേവി, പ്രധാന അധ്യാപിക കൃപ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 13 ഇടങ്ങളോട് കൂടിയിട്ടുള്ള നിർമ്മാണം പൂർത്തീകരിച്ചത്. നിർമ്മാണ പ്രവൃത്തികളുടെ എല്ലാ ഘട്ടങ്ങളിലും നടപടികൾ നടത്തി വിജയകരമായി പൂർത്തീകരിക്കുന്നതിനും പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളിൽ നേതൃത്വം നൽകിയവരും പങ്കാളികളായവരും എല്ലാവരെയും ഞാൻ ആദ്യമായി പ്രത്യേകമായി. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK സദാശിവൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബനാസർ മൊയ്തീൻ, സ്കൂൾ അധികൃതർ, BRC ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു. 10 ലക്ഷം രൂപ ചെലവിലാണ് 2 അഡീഷണൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത്. ദേശീയപാത മരത്താക്കരയിൽ 4 ലോറികൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. ഒരു ടാങ്കർ ലോറിയും 3 മിനി ലോറികളുമാണ് കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:45 സംഭവം. കുഞ്ഞനമ്പാറ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിൽമയുടെ ടാങ്കർ ലോറിക്ക് പിറകിൽ നിയന്ത്രണം വിട്ട മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ എത്തിയ മറ്റു വാഹനങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു മിനി ലോറിയുടെ മുൻഭാഗം ഭാഗികമായി തകരുകയും മറ്റു വാഹനങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് കുറച്ചുനേരം ഗതാഗത തടസ്സമുണ്ടായി.
കൊല്ലൂർ പോലീസ് എത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പാതയിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. മുൻ കമ്മീഷണർ ആർ ഇളങ്കോ കമ്മീഷണർ ഓഫീസിൽ വെച്ച് ചുമതല കൈമാറി. മഹാരാഷ്ട്ര സ്വദേശിയായ നകുൽ രാജേന്ദർ ദേശ്മുഖ് വൈക്കത്ത് ASP ആയും തിരുവനന്തപുരം DSP ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് കമ്മീഷണറായി തൃശൂരിലേക്ക് എത്തുന്നത്. പോലീസും ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് തൃശൂർ. വലിയ ഉത്തരവാദിത്തമാണ് തനിക്കുള്ളതെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകണമെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പോലീസും ജനങ്ങൾ വളരെ നന്നായിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റും ടാസ്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ മുമ്പ് പല സീനിയർ ഉദ്യോഗസ്ഥരും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവരും കുറേ പ്രോജക്ട്സും എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതിനുശേഷം നമുക്ക് പുതിയ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കാരും ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാനുള്ള പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. കാഴ്ചയുടെ കരുതലിന് ഒരു പുതിയ തുടക്കമേകാൻ നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടും നവീകരണ ചികിത്സാ സാങ്കേതിക വിദ്യകളോടും കൂടിയ നേത്രജ്യോതി കണ്ണാശുപത്രി റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി VB, EK അനോബ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായി. നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർമാരായ സനീഷ് കുമാർ, സജീവ് കുമാർ, ജെയ്മോൻ ജോർജ് എന്നിവരാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത്. രോഗികൾക്ക് ലോക നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ ചികിത്സ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിവയ്ക്കുൾപ്പെടെ വിവിധ നേത്ര ചികിത്സാ രീതികൾ ഇവിടെ ലഭ്യമാണ്. ട്രെൻഡി ഫ്രെയിമുകളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുള്ള ലെൻസുകളുമുള്ള ആധുനിക ഒപ്റ്റിക്കൽ ഷോപ്പ്, ഹാർഡ്, സോഫ്റ്റ്, ടോറിക് കോൺടാക്ട് ലെൻസുകളും കെരാട്ടോകോണസിനുള്ള റോസ്കെ ലെൻസും ഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യമുള്ള കോൺടാക്ട് ലെൻസ് ക്ലിനിക്, നേത്രരോഗങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും ലഭ്യമായ ഫാർമസി എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതിൽ സമർപ്പിതരായ ഉയർന്ന വൈദഗ്ധ്യമുള്ള പരിചയസമ്പന്നരായ നേത്രരോഗ വിദഗ്ധർ, ഒപ്റ്റോമെട്രിസ്റ്റുകൾ, സപ്പോർട്ട് സ്റ്റാഫ് എന്നിവരുടെ സേവനവും ഇവിടെയുണ്ട്. ആരോഗ്യകരമായ കാഴ്ച നിലനിർത്താൻ സഹായിക്കുന്നതിന് നേത്രജ്യോതി പതിവായി നേത്ര പരിശോധനകളും പ്രതിരോധ പരിചരണ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. രോഗി കേന്ദ്രീകൃത സമീപനവും നേത്രപരിചരണത്തിലെ മികവിനോടുള്ള പ്രതിബദ്ധതയുമാണ് ആശുപത്രിയുടെ ലക്ഷ്യമെന്ന് നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. മിതമായ നിരക്കിൽ അത്യാധുനിക നേത്ര ചികിത്സ. നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, കൊടകര. ഫോൺ നമ്പർ 0484722011. മറ്റൊരു ഫോൺ നമ്പർ 9656433999. തിരിച്ചു പോകേണ്ടതുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾക്ക് നിൽക്കാതെ ഏറ്റവും സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആശംസിക്കുക എന്ന ചുമതല മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. കൊടകരയിലെ നേത്രജ്യോതിയുടെ ഐ ഹോസ്പിറ്റൽ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെയും സന്തോഷത്തോടെയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സ്ഥാപനങ്ങൾ കൊടകരയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളും വരുമ്പോൾ അത് ഈ നാടിനൊരു വലിയ മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും. നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി അപ്പൊ കൊടകരയ്ക്ക് ഒരു നല്ലൊരു കാഴ്ചപ്പാടുമായിട്ട് നേത്രജ്യോതി ഹോസ്പിറ്റൽ ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. വളരെ സന്തോഷം. MLA പറഞ്ഞതുപോലെ കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കൊടകരയിലെ നേത്രജ്യോതി എന്ന പേരിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഐ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുകയാണ്. വളരെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു ടീം ഡോക്ടേഴ്സും ജീവനക്കാരുമാണ് ഈ സ്ഥാപനത്തിൽ
പുതിയതായി ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഒരു നേത്ര ചികിത്സ ആശുപത്രി ഏറ്റവും മനോഹരമായി കണ്ണായ സ്ഥലത്ത് തന്നെ കൊടകരയിൽ ആരംഭിച്ച സജീവ് ഉൾപ്പെടെയുള്ള അതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നേരെയാണ്. ഏത് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് പോയാലും നമുക്ക് ആശംസ പറയാന്ന് പറയുന്നത് സർവ്വത്തായ ദൈവത്തിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ മൈൻഡിൽ വന്നത് ഏകദേശം 4 മാസം ആയിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നമ്മൾ ഈ കൊടകര വരാൻ പ്ലാൻ ചെയ്യുകയും ഇതിന്റെ വർക്കൊക്കെ കറക്റ്റ് 4 മാസം കൊണ്ട് തീർന്നു. കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 25-50 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിച്ചു. തുടർന്ന് പള്ളിമുറ്റത്ത് മെഗാ മാർഗംകളി അരങ്ങേറി. ചിൽഡ്രൻസ് മിനിസ്ട്രി ഫൊറോന മത്സരത്തിൽ പങ്കെടുത്തവർക്കും ഓണാഘോഷ മത്സരങ്ങളിൽ വിജയികളായവർക്കും ഉള്ള സമ്മാന വിതരണവും നടത്തി. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പുതുപ്പള്ളി, കൺവീനർ ജോഷി മുള്ളക്കര, ട്രസ്റ്റിമാരായ സജി പനോക്കാരൻ, റിക്സൺ കളപ്പുര, ബേബി മാളിയേക്കൽ, ആൻഡോ തറയിൽ എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 10, 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് അധികാരികളുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെതിരെ CPM പാർട്ടി തനിക്കെതിരെ നോട്ടീസ് അടിച്ചിറക്കി ജനങ്ങൾക്കിടയിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയാണെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊടകര ടൗണിലെ പൊതു ശൗചാലയങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിനും ചാലക്കുടി ഭാഗത്തേക്കുള്ള റോഡിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുറക്കാത്തതിനുമെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും പാർട്ടി യോഗങ്ങളിലും പ്രതിഷേധമുയർത്തിയിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കളുടെ തെറ്റായ പ്രവൃത്തികളെയും ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പാർട്ടി നേതാക്കൾ ഇതിനെതിരെ നടപടിയെടുത്തില്ലെന്നും നെറികേടിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കച്ചവട താൽപര്യമുള്ള നേതാക്കൾ ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണെന്നും ജോയി ആരോപിച്ചു. കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം താൻ രാജിവെച്ചതായും തന്നിൽ പ്രതീക്ഷയർപ്പിച്ച ജനങ്ങളുടെ വികാരം മാനിച്ച് വാർഡ് മെമ്പറായി തുടരുമെന്നും ജോയ് നെല്ലിശ്ശേരി അറിയിച്ചു. മറ്റു പാർട്ടികളിൽ ചേരാതെ സ്വതന്ത്ര ഇടതുപക്ഷക്കാരനായി തുടർന്ന് പ്രവർത്തിക്കുമെന്നും ജോയി പറഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നെ മോശക്കാരനാക്കുന്ന വിധത്തിൽ CPM പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നോട്ടീസ് അച്ചടിച്ചേർക്കുകയുണ്ടായി. പുറത്താക്കി എന്നുള്ള വിവരണമാണ് അതിൽ അവർ വേണ്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം മുൻപ് ഇത്തരം നെറികേടുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടായതിൻ്റെ ഭാഗമായി 1.5 വർഷം മുൻപ് ഞാൻ വഹിച്ചിരുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, പാർട്ടി മെമ്പർഷിപ്പ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് LC സെക്രട്ടറി ആയിരുന്ന KV നൈജോന് രേഖാമൂലം ഞാൻ കത്ത് നൽകിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ഒഴിവാക്കാതെ കുറച്ച് നാളുകൾ ആ രീതിയിൽ തുടർന്ന് ഒടുവിൽ ലോക്കൽ സമ്മേളനത്തിലാണ് എന്നെ ഒഴിവാക്കിയിട്ടുള്ളത്. അല്ലാതെ സംഘടനാപരമായി നടപടിയെടുത്ത് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി SYS സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി SYS തൃശൂർ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരന്തരപ്പള്ളി പൗഡ് സെന്ററിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 26 ICSE സ്കൂളുകളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന
ASIC കൾച്ചറൽ ഫെസ്റ്റ് വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കലോത്സവം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോർഡ്സ് അക്കാദമി മാനേജർ ഫാദർ ജിയോ ആൽനോലിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ തുലാപ്പറമ്പിൽ, ഷൈജു പട്ടികാട്ടുകാരൻ എന്നിവർ സന്നിഹിതരായി. മുഖ്യ കോർഡിനേറ്റർ ഫാദർ ഷിനോ കലപ്പുരയ്ക്കൽ നേതൃത്വം നൽകി. തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ ഓവറോൾ വിന്നറായി. മണ്ണൂത്തി ഡോൺ ബോസ്കോ സ്കൂൾ ഓവറോൾ ഫസ്റ്റ് റണ്ണപ്പായി. വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമിയാണ് ഓവറോൾ ഫസ്റ്റ് റണ്ണപ്പ്. പുതുക്കാട് ബസാർ റോഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ BMSന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ യൂണിറ്റ് രൂപീകരിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറിയുമായ ബിജു കവലക്കാട് ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ സെക്രട്ടറി വിമൽ കൊരട്ടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് M തുളസീദാസ്, NGO സംഘ് സംസ്ഥാന സെക്രട്ടറി വിശ്വകുമാർ, മാത്യൂസ്, VR അജിത്, റിസൻ ചെവിടൻ, സുരേഷ് മേനോൻ, NC അജിതൻ, ഉണ്ണി പുതിയടത്ത്, ബിജു തച്ചംകുളം എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി KV നാരായണൻ, സെക്രട്ടറി MT സുന്ദരൻ, വൈസ് പ്രസിഡന്റ് CK സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി ബാബു കോവാത്ത്, ട്രഷറർ VM രാജേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സർഗവനിതാ വിഭാഗം ജില്ലയിൽ സർഗവനിതാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സാഹിത്യകാരനും പ്രഭാഷകനുമായ ED ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞയും ചിന്മയ കലാമന്ദിർ പ്രിൻസിപ്പാളുമായ ഗീതാ റാണി മുഖ്യപ്രഭാഷണം നടത്തി. സർഗവനിതാ ജില്ലാ സെക്രട്ടറി ഷീലാമണി സർഗവനിതാ ദിന സന്ദേശം നൽകി. നാട്ടിക, ഇരിങ്ങാലക്കുട, തൃശൂർ, വടക്കാഞ്ചേരി മേഖലകളിൽ മുതിർന്ന കലാകാരികളെ ആദരിച്ചു. മാങ്കുറ്റിപ്പാടം വയോജന ക്ലബ്ബ് കൂട്ടായ്മയുടെ യോഗം നടത്തി. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് നന്ദകുമാർ ചക്കമല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ, വയോജന ക്ലബ്ബ് ഖജാൻജി സരസ്വതി ശിവരാമൻ, ക്ലബ്ബ് സെക്രട്ടറി ജോണി ഓണപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായി. കേരള സംസ്ഥാന ഭാഗ്യക്കൂലിയുടെ കളർ പ്രിന്റ് നൽകി തട്ടിപ്പ് നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. കുന്നംകുളം ഇയാൾ സ്വദേശി സജീഷ് പാടമാണ് പിടിയിലായത്. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപമുള്ള ലോട്ടറി കടയിലാണ് സജീഷ് തട്ടിപ്പ് നടത്തിയത്. ആരോൺ സോപ്പ് കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിന് ഇരയായത്. വ്യാജമായി നിർമ്മിച്ച ലോട്ടറി QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ലിജിയിൽ നിന്നും 5000 രൂപ വാങ്ങി രക്ഷപ്പെട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ നടന്ന തട്ടിപ്പിന് പിന്നിലും സജീഷ് ആണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ഓണംകളി മത്സരം ഞായറാഴ്ച രാവിലെ 11 മുതൽ രാത്രി 10 വരെ ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടത്തും. നാദം ആർട്സ് നെല്ലായി, ട്യൂൺസ് ഇരിങ്ങാലക്കുട, സംഗമേശ്വര വനിതാ ടീം എന്നീ ടീമുകൾ പങ്കെടുക്കും. മത്സരത്തിന്റെ ഉദ്ഘാടനം ചെമ്പുച്ചിറ ക്ഷേത്രം മേൽശാന്തി മനോജ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ശിവദം ചെമ്പുച്ചിറ ടീമിന്റെ കൈകൊട്ടികളിയും ഉണ്ടാകും. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ 1975-76 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സുവർണ ജൂബിലി ആഘോഷവും ഒക്ടോബർ 10 ഉച്ചയ്ക്ക് 2 നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിക്കും. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ OA ബാബു ക്ലാസ് നയിക്കും. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1986-87 SSC ബാച്ചിന്റെ കൂട്ടായ്മയായ ഓർമ്മയും ഓർമ്മയുടേത് 3ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും ഞായർ രാവിലെ 10 വാസപുരം നെല്ലിപ്പള്ളി ഹാളിൽ വെച്ച് മുൻ പ്രധാന അധ്യാപകൻ P വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിക്കും. കലാപരിപാടികൾ, സ്നേഹവിരുന്ന്, സംഗീത വിരുന്ന് എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്ന് കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ, സെക്രട്ടറി സുന്ദരൻ മുത്തമ്പാടൻ, ട്രഷറർ PS ചാർലി എന്നിവർ അറിയിച്ചു. കല്ലൂർ VLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച വൈകിട്ട് 4 നടക്കും. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. PTADS ചെയർമാൻ യാസിൻ പുതിയടത്ത്, രാകേഷ് സ്വാമിനാഥൻ എന്നിവർ സന്നിഹിതരാകും. മേടംകുളങ്ങര ദേവസ്വവും യോഗക്ഷേമ സഭ പൂക്കോട് ഉപസഭയും സംയുക്തമായി തൃശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിക്ക് സ്വീകരണവും വെച്ച് നമസ്കാരവും നൽകുന്നു. ഒക്ടോബർ 12 രാവിലെ 8 മണി മുതൽ മേടംകുളങ്ങര ശാസ്താക്ഷേത്രത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റിന്റെ വയോജന ദിനാഘോഷം ഞായറാഴ്ച രാവിലെ 10 കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ നടക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് ശനിയാഴ്ച മാത്രം 640 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന് 87,560 രൂപയും
ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 10,945 രൂപയുമായി. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് 1 പവൻ ആഭരണത്തിന് 95,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 12,000 രൂപ നൽകേണ്ടി വരും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ദീപാവലിയോടെ സ്വർണം 12,000 രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് നിലവിലുള്ള സൂചനകൾ. വിവാഹ വിപണിയെ സ്വർണ്ണവില ഉയരുന്നത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഈ വർഷത്തെ ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള സർക്കാർ നിയമവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആസ്പദമാക്കി വാഗ്മി 2025 എന്ന പേരിൽ 3ാം അഖില കേരള ഭരണഘടനാ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ എയ്ഡ്സ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. മത്സരാർത്ഥികൾ ഒക്ടോബർ 10 രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0471251766. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,945 രൂപയും പവന് 87,560 രൂപയും രേഖപ്പെടുത്തി. വരാക്കര കാളക്കല്ല് കുന്നുമേൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊളത്തൂൾ പെരിങ്ങാശ്ശേരി ശങ്കരൻകുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണിയാണ് ഭാര്യ. ബിന്ദു, സിന്ധു, സന്ദീപ്, കണ്ണൻ എന്നിവർ മക്കളും. ബാബു, ശിവദാസ്, സരിത, സജിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛൻ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മുത്രത്തിക്കര മേക്കാടൻ വീട്ടിൽ 67 വയസ്സുള്ള ശിവനാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി CPM പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നു നൽകി. ചെമ്പുച്ചിറ GHS സ്റ്റാർ സുവർണ്ണക്കൂടാരവും കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ദേശീയപാത മരത്താക്കരയിൽ 4 ലോറികൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റ്, NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.